ഒരിക്കലും ഒരു സംഘടനയല്ല. കുറേ ആളുകളെ വിളിച്ചു കൂട്ടി സംഘടിപ്പിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് തയ്യാറാകുന്ന ഒരു സംഘടന. ഇതൊരു സംഘടനയല്ല, ഇത് ഒരു സംഘവുമല്ല, ഇതൊരു വിദ്യാഭ്യാസ സംവിധാനമാണ്. വിദ്യാഭ്യാസ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എന്താണ് നോക്കുന്നത്? നമ്മൾ റോട്ടിലൂടെ യാത്ര പോകുമ്പോൾ ഭക്ഷണം കഴിക്കണം, അത് ശരീരത്തിൻ്റെ ഭക്ഷണമാണ്. വിദ്യാഭ്യാസം തലയുടെയും ചിന്തയുടെയും ഭക്ഷണമാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ വെടുപ്പുള്ള, വൃത്തിയുള്ള, വിശാലതയുള്ള നല്ല ഭക്ഷണം കിട്ടുന്നത് എവിടെയാ, അതാണ് നോക്കുന്നത്. എന്നതുപോലെ തിരിച്ചറിവുള്ള ആളുകൾ ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടി, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞങ്ങൾ കുട്ടികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ നയം ഉദാരീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ ഉദാരീകരിക്കാൻ നിർബന്ധിതരായി തീരുകയാണ്. നയം ഉദാരീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, അതിന് ഞങ്ങൾ നിർബന്ധിതരായി എന്നാണ് പറഞ്ഞത്. അതായത് കുട്ടികളെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഇനി ഉദാരീകരിക്കാതെ രക്ഷയില്ല. അപ്പോൾ കുറച്ചും കൂടി ജമാഅത്ത്, മുജാഹിദ് തുടങ്ങിയ സംഘടനകളിലെ അത് സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് അയാൾ തന്നെ ശേഷം പറയുന്നുണ്ട്. ഏത് ആളുകളാണെങ്കിലും നമ്മൾ സ്വീകരിക്കും. അങ്ങനെ വാഫികളിൽ നിന്ന് ഇനി മുജാഹിദുകളായ വാഫികളും ജമാഅത്തുകാരായ വാഫികളൊക്കെ ഇറങ്ങും. മാത്രമല്ല കുറേ സുന്നികളായ വാഫി കുട്ടികളെ ഇവർ കലക്കും ചെയ്യും, മുജാഹിദുകളാക്കി മാറ്റും ചെയ്യും. ഈ നയം മാറ്റം എപ്പോൾ ഉണ്ടായതാണ്? ഇതുവരെയുള്ള നയം എന്തായിരുന്നു? സമസ്തയുടെ നയമായിരുന്നു. അതായത് സമസ്തക്കാരായ ആളുകളെ മാത്രമേ എടുത്തിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ SKSFൻ്റെ ഒപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വാഫിയിൽ ചേർത്തിരുന്നുള്ളൂ. ഇനി അതില്ല, മനസ്സിലാക്കണം. അവിടെയൊക്കെ കുട്ടികളെ കൊണ്ടുപോയി ചേർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സുന്നികളായ ആളുകൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിൽ എന്തെങ്കിലും ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അപ്പോൾ ഇതുവരെ അത്തരം നല്ല ഒരു സംഘത്തിലേക്കാണ് നമ്മളെ കുട്ടികളെ പറഞ്ഞയച്ചിരുന്നത് എങ്കിൽ വളരെ സെലക്റ്റീവായ സമസ്തക്കാരായ ആ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന, അത്തരം വീടുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ ആണ് അവരെടുത്തിരുന്നത് എങ്കിൽ ഇനി അവിടെ വരാൻ പോകുന്നത് ജമാഅത്ത്, മുജാഹിദ് തുടങ്ങിയ ഏത് ആശയങ്ങളാണെങ്കിലും പ്രശ്നമില്ല. സമസ്തൻ്റെ ഒപ്പ് വേണ്ട, SKSFൻ്റെ ഒപ്പ് വേണ്ട, ഒന്നും വേണ്ട. അപ്പം നയം ഞങ്ങളൊന്ന് ഉദാരീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ശേഷം അദ്ദേഹം പറയട്ടെ, അതിനൊരു ഉദാഹരണമൊക്കെ മുമ്പ് പറയുന്നുണ്ട്. ആ ഉദാഹരണം വെച്ചുകൊണ്ട് തന്നെ ഇയാളുടെ തരികിട നമുക്കൊന്ന് പൊളിക്കാം. അത് സമൂഹത്തിന് നന്നായി തീരും. ഇപ്പോൾ അലക്കുകാരനെ സംബന്ധിച്ചിടത്തോളം ആരുടെ വസ്ത്രമാണ് ഞാൻ അലക്കുന്നത് അത് പരിഗണിക്കൂലല്ലോ. അലക്കാൻ, വൃത്തിയാക്കാൻ ഇരിക്കുകയാണ്, അതിന് പ്രതിഫലം പറ്റും ചെയ്യും. അപ്പോൾ ബുദ്ധി, വിദ്യാഭ്യാസം, ചിന്ത ലിബറലിസത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും കാലത്ത് നേരെയാക്കാൻ വേണ്ടി അഥവാ വെടിപ്പാക്കാൻ വേണ്ടി, അലക്കാൻ വേണ്ടി നമ്മളെ ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അലക്കി കൊടുക്കും, വൃത്തിയാക്കി കൊടുക്കും പറ്റും പോലെ. അപ്പൊ ഇത് കഴുകാനുള്ള, വൃത്തിയാക്കാനുള്ള ചിന്തകളെ അലക്കാനുള്ള, അഴുക്ക് കളയാനുള്ള ആർക്കും സമീപിക്കാൻ പറ്റുന്ന വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ്. ഇത് സംഘടനയല്ല, വിദ്യാഭ്യാസ സ്ഥാപനമാണ്. എന്ന സംഘടനയല്ല, വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന് പറഞ്ഞാൽ ഇത് ദീനാണല്ലോ. അവിടെ നമ്മൾ പരിഗണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സുന്നത്ത് ജമാഅത്താണ്, പരമ്പരാഗത സുന്നിയാണ്, അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, സുന്നിയാണ്. ഞങ്ങൾ വിചാരിക്കുന്നത് സുന്നികളല്ലാത്ത ആളുകളെ സ്വീകരിക്കേണ്ടി വന്നാൽ പോലും സ്വീകരിക്കുകയും അവരെ എന്താണ് സുന്നി, എന്താണ് ദീന്, ആരാണ് അള്ളാഹു, അവനുണ്ടോ ഇല്ലേ, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് യുക്തിയുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കോളി, സമസ്തനെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. ജീവിച്ചിരിക്കുന്ന വലിയ കറാമത്തിൻ്റെ ഉദാഹരണമാണ് സമസ്തയുടെ പണ്ഡിതന്മാർ. ആലോചിച്ച് നോക്കി നിങ്ങൾ, ഇതൊക്കെ സമസ്തയിൽ നിന്നുകൊണ്ടാണിത് പറയുന്നതെങ്കിൽ എത്രത്തോളം അപകടകരമാണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? എത്ര കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഉസ്താദുമാർ തീരുമാനം എടുത്തത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഒരു അലക്കുകാരൻ വസ്ത്രമെടുക്കുമ്പോൾ ഇന്ന ആൾതാണ് എന്ന് നോക്കാറില്ല, അത് അലക്കി അതിൻ്റെ പൈസ വാങ്ങലാണ്. ഇത് കേവലം ഒരു ബിസിനസ്സാണോ ഹക്കീം ഫൈസി?
അലക്കുകാരൻ്റെ ബിസിനസ് പോലൊരു ബിസിനസ്സാണോ? വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ധാർമ്മികമായിട്ട് നിങ്ങൾക്കൊരു ലക്ഷ്യമില്ലേ? നിങ്ങൾ കൊടുക്കുന്നത് ധാർമ്മിക വിദ്യാഭ്യാസമല്ലേ? അപ്പം നിങ്ങൾ എടുക്കുന്ന കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള കുട്ടികൾ പോലും നാശാകാൻ അത് കാരണമാകില്ലേ? ഏതുപോലെ ഒരു അലക്കുകാരൻ മലമായ അല്ലെങ്കിൽ മൂത്രമായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നജസായ ഒരു വസ്ത്രം കൊണ്ടുവന്നിട്ട് സാധാരണ അഴുക്കുള്ള വസ്ത്രത്തിൻ്റെ കൂടെ ഇട്ട് കുഴച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക? എന്താ സംഭവിക്കുക? നിങ്ങൾ തന്നെ പറയും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നേരെ മറിച്ച് ആ മലമുള്ളതിനെ വേറെ ഒരു മെഷീനിലിട്ട് അതിനെ നന്നാക്കി എടുത്തതിന് ശേഷം, അതിനെ മാത്രം നന്നാക്കി എടുത്തതിന് ശേഷം ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. ഇതായിരുന്നു സമസ്തയുടെ നയം. ഇതാണ് ബുദ്ധിയുള്ളവൻ്റെ നയം. ഇതാണ് ബുദ്ധിയുള്ള അലക്കുകാരൻ്റെയും നയം. മനസ്സിലായോ? എന്തൊക്കെ വിഡിത്താണ് ഇയാൾ പറയണത്? ഈ മലവും മൂത്രവും ഉള്ളതിനെ കൊണ്ടുവന്നിട്ട് ഇതിലിട്ട് അലക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബാക്കിയുള്ള ഡ്രസ്സ് കൂടി അഴുക്കാകില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കളറുള്ളതാണെന്ന് വിചാരിക്കുക, അലക്കുന്ന വസ്ത്രം. ആ വസ്ത്രം ഇതിൻ്റെ കൂടെ ഇട്ട് കുഴച്ച് അലക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോൾ കൂടെ ഒരിക്കലും അതിനെ അലക്കി എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മറ്റതിൽ കൂടി അത് പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് അലക്കി നന്നാക്കിയതിന് ശേഷം എടുക്കാൻ പറ്റുള്ളൂ. അതായത് സുന്നി അല്ലാത്ത ആളുകളെ സുന്നി ആക്കിയതിന് ശേഷം മാത്രമേ ഈ കോളേജുകളിലേക്കൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ നയം. സമസ്തക്കാരനാവണം. അതിനാണ് എല്ലാ സ്ഥാപനങ്ങളിൽ ചേരുമ്പോൾ അവിടുത്തെ SKSFൻ്റെയോ SYSൻ്റെയോ ഒക്കെ ഒപ്പ് വേണം. എല്ലാ സ്ഥാപനങ്ങളിലുള്ള നിബന്ധനയാണ്. ബിരുദദാന കോളേജുകൾ മാത്രമല്ല, സാധാരണ കോളേജുകളിൽ ദാറുൽ ഹുദയാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളാവട്ടെ, ഇവിടെയൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണിത്. ഒന്നെങ്കിൽ സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിച്ച സർട്ടിഫിക്കറ്റ് അവരാവശ്യപ്പെടും. ആ ശാഖയിലെ SKSFൻ്റെ ഒപ്പ് ആവശ്യപ്പെടും. ഇതൊക്കെ സമസ്തയുടെ ഇതാണ് എന്ന് പറയപ്പെടുന്ന, സമസ്തയുടെ കീഴിൽ നിൽക്കുന്ന സകല ധാർമ്മിക വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഒരു നടപ്പ് രീതി ഇതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മുൻഗാമികൾ ഇത് ചെയ്തത്? ഈ കൂട്ടിയലക്കലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കൂട്ടിയലക്കൽ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? രോഗം പകരും. വിദേഹത്തൊരു രോഗമാണ്. ആ രോഗം പെട്ടെന്ന് പകരും. മറ്റുള്ള കുട്ടികളിലേക്ക് അത് സന്നിവേശിക്കും. ഉസ്താദുമാർക്ക് പോലും സ്വാധീനിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഈ കുട്ടികൾ ഒരു സംഘമൊക്കെ അങ്ങോട്ട് വിദേഹത്തായി പോയാൽ എന്ത് ചെയ്യും? അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? അറിയാതെ വന്ന വിപത്തിൻ്റെ പേരിൽ ദാറുൽ ഹുദ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറക്കിയ എത്രയോ ഹുദവിമാർ ഒരു വ്യാജ ത്വരീഖത്തിലേക്ക് പോയില്ലേ? ഇത്രയും കണിശത പാലിച്ചതിന് ശേഷമാണത് സംഭവിച്ചത്. പോയിട്ട് അവരുടെ സനത് തടയപ്പെട്ടില്ലേ? അങ്ങനെ സംഭവം കൂട്ടത്തോടെ പോയി. പല ആളുകളും തിരിച്ചു വന്നു, അൽഹംദുലില്ലാ. പക്ഷേ ഇന്നും അതിൽ ശേഷിക്കുന്ന ആളുകൾ അവരൊപ്പം തന്നെയാണ്. കുറേ ആളുകൾ തിരിച്ചു വന്നു സത്യം മനസ്സിലാക്കിയപ്പോൾ. ഇത് ഇത്രയും കണിശത അതിർവരമ്പുകളൊക്കെ വെച്ചിട്ടും ഫിൽട്ടർ ചെയ്തിട്ടും സംഭവിച്ചതാണ്. ഇനി ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളൊന്ന് വിലയിരുത്തി. ഇവിടെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എത്ര കൂലങ്കഷമായി ചിന്തിച്ചിട്ടാണ് 27 തവണ പരസ്പരം കത്തുകൾ കൈമാറിയിട്ട് ഒരു നിലക്കും ഇവരെ ചേർത്ത് പിടിക്കാൻ നിർവാഹമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് സമസ്ത കടുത്ത തീരുമാനം എടുത്തത്. എല്ലാവരും മനസ്സിലാക്കണം, ഞാനിത് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല, എനിക്കെന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഒരു വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ പേരിലല്ല, ദീനിന് വേണ്ടി മാത്രമാണ്. ഈ ദീന് സംരക്ഷിക്കപ്പെടണം, സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കപ്പെടണം. രാഷ്ട്രീയപരമായിട്ട് നിരീക്ഷിക്കുന്ന ആളുകൾ, അതുപോലെ പല നിലക്കും എന്നെ വീക്ഷിക്കുന്ന ആളുകളുണ്ടാവും. ഒന്നിനോടുള്ള വിദ്വേഷം കൊണ്ടല്ല. ഒരു വിദ്യാഭ്യാസ സമുച്ചയം ഈ ഒഫിയ പോലത്തെ നല്ല വിദ്യാഭ്യാസ സമുച്ചയമായിട്ട് നമ്മുടെ സമസ്തൻ്റെ കീഴിൽ അത് വളർന്നു വരികയാണെങ്കിൽ എത്ര അന്തസ്സുണ്ട്, എത്ര അഭിമാനമുണ്ട്. നമ്മളതിൽ അഭിമാനം കൊണ്ടവരായിരുന്നില്ലേ? നമ്മളതൊക്കെ എടുത്തു പറഞ്ഞവരായിരുന്നു. 4-5 വർഷം മുന്നേ വരെ നമ്മളിതിൻ്റെയൊക്കെ അഭിമാനം എടുത്തു പറഞ്ഞവരായിരുന്നു. പക്ഷേ വഴി തെറ്റിയപ്പോൾ നമുക്ക് നിർവാഹമില്ലല്ലോ. അപ്പോൾ എവിടെയാണ് പിഴവ് സംഭവിച്ചത്? അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ കഴിയാത്ത കാലത്തോളം
ഇനിയും നിങ്ങൾ ഉദാരീകരിക്കേണ്ടി വരും. ഉദാരീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഉദാരീകരണം മതത്തിൻ്റെ പുറത്തേക്ക് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഇപ്പോഴത്തെ ഈ ഉദാരീകരണം കൊണ്ട് ഇനി സുന്നികളെയും കിട്ടൂല. ഇപ്പോൾ കുറച്ചെങ്കിലും സുന്നികളെ കിട്ടിയിരുന്നു ഇതുവരെ. സംഘടനകൾക്ക് അതീതമായ കുറച്ച് സുന്നികളെയും നിങ്ങൾ കിട്ടിയിരുന്നു. ഇനി അതുപോലും കിട്ടാതെ നിങ്ങൾ വീണ്ടും മതത്തിൻ്റെയും പുറത്തേക്ക് ഉദാരീകരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാവും. അപ്പം നിങ്ങൾക്ക് മതത്തിൻ്റെ ആളുകളെയും കിട്ടൂല. അങ്ങനെയൊരു സംഭവം വരും. അപ്പോൾ ഇതിനൊക്കെ മഹാന്മാർ മുന്നേ കണ്ട് ഈ ബുദ്ധിയൊന്നും മഹാന്മാരായ മുൻഗാമികൾക്ക് ഇല്ലാഞ്ഞിട്ടല്ല, ഇതൊക്കെ അപകടം ചെയ്യും എന്നവർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, എത്രമാത്രം ഒരു അത്ഭുതകരമായിരിക്കുന്ന ഒരു വലിയൊരു കറാമത്താണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.